രക്ഷിക്കാനായി ഇനി വരണം ബിജെപി. വികസിത കേരളം വികസിത കേരളം വികസിത കേരളം സുഭദ്രമായൊരു രാജ്യം പടുത്തുയർത്തിയ ശക്തി കേരള നാടിനെ അടിമുടി മാറ്റാൻ ഇനി വരണം ബിജെപി. ഇടതല്ലെങ്കിൽ വലത്, വലതല്ലെങ്കിൽ ഇടത്, തിരഞ്ഞെടുത്തു മടുത്ത ജനത്തിന് പ്രതീക്ഷ ഇനി ബിജെപി. എന്തായാലും ഇന്ത്യ ക്യാമ്പിന് ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടെ കേരളത്തിലെത്തിയ മോദി തിരുവല്ലയിലെ ആദ്യ പരിപാടിക്ക് ശേഷമാണ് തലസ്ഥാന നഗരിയിലെത്തുന്നത്. കരമന മുതൽ കിള്ളിപ്പാലം വരെയുള്ള റോഡ് ഷോയിലാണ് മോദി പങ്കെടുക്കുന്നത്. ആർ ശ്രീലേഖ, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ BJP സ്ഥാനാർത്ഥികളടക്കം മോദിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം നിയമമണ്ഡലങ്ങളിലൂടെയാണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു സ്വീകരണം തന്നെയാണ് തലസ്ഥാന നഗരം പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലുമായി നിരവധി ആളുകളാണ് അല്ലെങ്കിൽ നിരവധി പ്രവർത്തകരാണ് മോദിയെ കാണുവാൻ മോദിയെ സ്വീകരിക്കുന്നതിനുമായി എത്തിയിരിക്കുന്നത്. കനത്ത സുരക്ഷയിൽ തന്നെയാണ് റോഡ് ഷോ അടക്കം പുരോഗമിക്കുന്നത്. BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം രണ്ടാം തവണയാണ് മോദി കേരളത്തിലെത്തുന്നത്. അതിന്റെ ഭാഗമായി ആദ്യം തിരുവല്ലയിലായിരുന്നു ആദ്യ പരിപാടി. അതിൽ പൊതുസമ്മേളനത്തിൽ മോദി സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമാണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്. നേമം, തിരുവനന്തപുരം മണ്ഡലങ്ങളിലൂടെയാണ് റോഡ് ഷോ എന്തായാലും പുരോഗമിക്കുന്നത്. ആർ ശ്രീലേഖ, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള സ്ഥാനാർത്ഥികളും BJP പ്രവർത്തകരുമാണ് മോദിയോടൊപ്പം റോഡ് ഷോയിൽ അനുഗമിക്കുന്നത്. തിരുവല്ലയിൽ നടന്ന പൊതുസമ്മേളനത്തിലടക്കം LDF സർക്കാരിനെയും UDFനെയും അടക്കം രൂക്ഷമായ രീതിയിൽ തന്നെയായിരുന്നു പ്രധാനമന്ത്രി വിമർശിച്ചത്. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തേക്ക് മോദി എത്തിയത്. എന്തായാലും റോഡ് ഷോ ഇപ്പോൾ തിരുവനന്തപുരം നഗരിയിൽ പുരോഗമിക്കുകയാണ്. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും, മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം ബിജെപി. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും, മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം ബിജെപി. ബിജെപി 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 ബിജെപി. പരീക്ഷണമില്ല, അഴിമതിയക്രമമില്ല, ശാന്തി നിറഞ്ഞ വിമാനത്തോടെ വസിക്കുവാൻ BJP. സുദീർഘ വീക്ഷണമോടെ ചമച്ചെടുത്തൊരു നാട് സാക്ഷാത്കാരം നൽകാനിവിടെ ജയിക്കണം BJP, ജയിക്കണം BJP. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും, മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം BJP. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും, മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം BJP. BJP 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 BJP
വികസിത കേരളം നമുക്ക് വേണം വാനിടം വരെ വിശ്വാസം കാത്തു രക്ഷിച്ചിടും വരെ സുരക്ഷയോടെ നമ്മളിവിടെ വാണിടും വരെ മാറ്റത്തെ തടയുന്നോർ മാറിടും വരെ വീറോടെ പോരാടി വിജയ കമലം ഇവിടെ വിടരും എന്നാൽ ഇനി മാറ്റം തുടങ്ങാം മാറാത്തത് മാറ്റാം BJP NDA എന്നാൽ ഇനി മാറ്റം തുടങ്ങാം മാറാത്തത് മാറ്റാൻ BJP NDA വികസിത ഭാരതമാണ് കാരണം നമ്മുടെ മോദിയാണ് നാളെ വികസിത കേരളമാകാം നമ്മൾക്കൊന്നായി നല്ല മിടുക്കുള്ള നായകരാണ് തൊട്ടത് പൊന്നാക്കി മാറ്റിയോരാണ് ഒത്തിവർ കേരളം ഒന്നു നയിച്ചാൽ നൂറിൽ നൂറാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വിനയ രാജുണ്ട് വിവരങ്ങളുമായി. വിനയ, എന്തായാലും തിരുവല്ലയിലെ ആദ്യ പരിപാടിക്ക് ശേഷം മോദി തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട റോഡ് ഷോ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവേശത്തിൽ തന്നെയല്ലേ തലസ്ഥാന നഗരിയുള്ളത്? ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ പ്രധാനമന്ത്രി നേമത്തേക്ക് എത്തുമ്പോൾ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി തന്നെ നിരവധിയായിട്ടുള്ള ആളുകളാണ് റോഡിന് ഇരുവശത്തുമായി തടിച്ചുകൂടി നിൽക്കുന്നത്. BJPയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ NDA സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം. ഇത്തവണ നേമം BJP പിടിച്ചെടുക്കുമെന്നൊരു ആത്മവിശ്വാസം നേരത്തെ തന്നെ ഈ BJP നേതാക്കളടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ ഉച്ചകഴിഞ്ഞ് തിരുവല്ലയിലെ പരിപാടി, പ്രചരണ പരിപാടി, അതിനുശേഷമാണ് മോദി തലസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. നേമത്തേക്ക് ഏറെ പ്രതീക്ഷ വെച്ചിരിക്കുന്ന BJPയുടെ ഏറെ പ്രതീക്ഷ വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം. ഈ നേമത്താണ് ഇപ്പോൾ വികസന അല്ലെങ്കിൽ പ്രചരണാർത്ഥ റോഡ് റാലി മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ അടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണം അടക്കം നേമത്ത് നടത്തുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തവണ നേമം പിടിച്ചെടുക്കുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അടക്കമുണ്ടായിരുന്നത്. ഇത്തവണ BJP കേരളത്തിൽ മിക്ക മണ്ഡലങ്ങളും BJPക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം കൂടി മോദി മുന്നോട്ട് വെച്ചിരുന്നു. കൂടാതെ തന്നെ ഈ മോദിയുടെ നേരത്തെ ഈ തിരുവല്ലയിലടക്കം തന്നെ പ്രചരണ പരിപാടികളിലടക്കം കേന്ദ്ര LDFനെ ആണെങ്കിലും UDFനെ ആണെങ്കിലും ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കേരളത്തിൽ ഇതുവരെയും ഒരു വികസനം പോലും വന്നിട്ടില്ല. BJP സർക്കാരിന് അധികാരത്തിലേക്കു തങ്ങൾ വേണ്ട വികസനങ്ങൾ അടക്കം തന്നെ കൊണ്ടുവരാമെന്നടക്കം മോദി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേരളത്തിൽ വേണ്ട രീതിയിലുള്ള വികസനങ്ങളൊന്നും തന്നെ ഇതുവരെയില്ല. ഇപ്പോഴും വികസനത്തിന്റെ കാര്യത്തിൽ കേരളം പിന്നോട്ട് പോകുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നില്ല, സ്ത്രീകൾക്ക് വേണ്ട പരിഗണന നൽകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം തന്നെ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിലായിരുന്നു പിണറായി സർക്കാരിനെ ആണെങ്കിലും UDFനെ ആണെങ്കിലും പ്രധാനമന്ത്രി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ പ്രചരണത്തിലടക്കം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തവണ BJPക്ക് ഒരു അവസരം തരൂ, ആ അവസരം തരുമ്പോൾ തങ്ങൾ കാണിച്ചു തരാം എങ്ങനെ വികസനമുള്ള കേരളമാക്കി മാറ്റാം എന്ന് തങ്ങൾ കാണിച്ചു തരാമെന്നാണ് മോദി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. വേണ്ട, ഈ കാലയളവിൽ 10 വർഷത്തോളം LDF സർക്കാർ കേരളം ഭരിക്കുന്നു, പക്ഷേ ഒരു പാലം പോലും നേരാവണ്ണം കേരളത്തിൽ ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ തങ്ങൾ പരിഹാരമുണ്ടാക്കും, തങ്ങൾക്കൊരു അവസരം തരൂ എന്നാണ് മോദി പ്രധാനമായും ഈ പ്രചരണ പരിപാടികളിൽ അടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ മോദിയുടെ ആദ്യ പ്രചരണം കേരളത്തിൽ ആദ്യഘട്ട പ്രചരണത്തിൽ തൃശ്ശൂരിലാണെങ്കിലും പാലക്കാടും ആദ്യഘട്ട പ്രചരണം തൃശ്ശൂരിലും പാലക്കാടിലുമായിരുന്നു. അതാണെങ്കിൽ കൂടി ഇതേ ആവർത്തി അല്ലെങ്കിൽ ഇത് തന്നെയായിരുന്നു മോദി ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത്, പ്രധാനമന്ത്രി ഇത് തന്നെയായിരുന്നു ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അന്നും പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകളാണ് പാലക്കാടേക്കും കൂടാതെ തൃശ്ശൂരിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നത്. BJP
സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഏറെ പ്രതീക്ഷകൾ വെക്കുന്ന മണ്ഡലങ്ങളാണ് തൃശ്ശൂരും പാലക്കാടും. കൂടാതെ ഇപ്പോൾ നേമമടക്കം പ്രതീക്ഷ വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ വിജയ സാധ്യത കൂടിയ മണ്ഡലങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ പ്രചരണ പരിപാടികൾ നടത്തുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേസമയം തന്നെ കേരളത്തിലേക്ക് വന്നതിന് ശേഷം LDF സർക്കാരിനെ അടക്കം വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ നേരത്തെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്നത് നേമത്താണ്. നേമത്തെ ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ശിവൻകുട്ടി അടക്കം തന്നെ നേരത്തെ ഈ വികസിത നേമത്തേക്ക് സ്വാഗതം, പ്രധാനമന്ത്രിക്ക് വികസിത നേമത്തേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം തന്നെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അതിൽ പ്രധാനമായും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് പ്രധാനമന്ത്രിക്ക് വികസിത നേമത്തേക്ക് സ്വാഗതം, LDF സർക്കാർ അല്ലെങ്കിൽ ഇടത് സർക്കാർ വികസനം കാണിച്ചുകൊണ്ട് പ്രചരണം നടത്തുമ്പോൾ BJP ആകാശത്തേക്ക് നോക്കിയാണ് പ്രചരണം നടത്തുന്നതെന്നായിരുന്നു ശിവൻകുട്ടി അടക്കം വ്യക്തമാക്കിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം തന്നെ ശിവൻകുട്ടി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ് നേമം. കൂടാതെ തന്നെ മറ്റൊന്ന് ഈ BJPക്കും ശക്തമായിട്ടുള്ള അധിനിവേശമുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് നേമം. അതുകൊണ്ട് തന്നെ ഇത്തവണ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളായി തന്നെയാണ് നേമത്തെ പ്രധാനമായും കാണുന്നത്. അതിൽ BJP ആണെങ്കിലും UDF സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കുന്നത് ശബരിനാഥാണ്, LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് വി ശിവൻകുട്ടിയാണ്. ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ റോഡ് ഷോ കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകളാണ് പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരും ശ്രീലേഖ അടക്കം തന്നെ സ്ഥാനാർത്ഥികളടക്കം തന്നെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പറയുകയാണെങ്കിൽ തലസ്ഥാന നഗരിയും ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോ എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും ഉള്ളത്. BJP ക്യാമ്പിന് അല്ലെങ്കിൽ NDA ക്യാമ്പിന് ആവേശം പകരുന്നതിന് വേണ്ടി രണ്ടാം തവണയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുകളിലടക്കം തന്നെ പല മണ്ഡലങ്ങളിലും മികച്ച ഭൂരിപക്ഷം നേടാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം തന്നെ കണ്ടതാണ്. വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും BJPക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമായ നേമം, ഈ നേമത്തിലാണ് റോഡ് ഷോ നടത്തുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, തങ്ങൾക്കൊരു അവസരം നൽകുക, ഈ അവസരം നൽകുന്നതിലൂടെ തങ്ങൾ എന്താണ് വികസനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്ന് കാണിച്ചു തരാമെന്നാണ് പ്രധാനമന്ത്രി അടക്കം ഓരോ പ്രചരണാർത്ഥം കേരളത്തിലേക്ക് വരുമ്പോഴും വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോഴും തിരുവനന്തപുരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേമം കിള്ളിപ്പാലത്തെ പുതിയ ചാല ITI പാർക്കിൽ നിന്നാണ് ഈ റോഡ് ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ റോഡ് ഷോ പാപ്പനംകോട് ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രത്തിന് സമീപത്തെ HLPS മന്ദിരം വരെയാണ് ഈ റോഡ് ഷോ നടത്തുന്നത്. അത് തന്നെയായിരുന്നു ശിവൻകുട്ടി അടക്കം വ്യക്തമാക്കിയിരുന്നത്. പ്രധാനമന്ത്രി തുടങ്ങുന്ന റോഡ് ഷോ അല്ലെങ്കിൽ അവസാനിക്കുന്നത് വരെയുള്ള വികസന നേട്ടങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വരവോടെ NDA ക്യാമ്പ് അടക്കം. അതുതന്നെയാണ് എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരമാവധി മണ്ഡലങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് BJP ഉള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ കൃത്യമായ ഒരു മുൻതൂക്കം അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു മുൻതൂക്കം നേടാൻ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് സാധിച്ചിരുന്നു. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴും BJPക്ക് ഉള്ളത്. അതിൻ്റെ ഭാഗമായി ആ ആവേശം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ 2 തവണയായി മോദി കേരളത്തിലെത്തുന്നത്. തങ്ങളുടെ വിജയം മുൻതൂക്കം ഉറപ്പാക്കുന്ന മണ്ഡലങ്ങളിലാണ് മോദി പ്രചരണത്തിനായി എത്തിയിരിക്കുന്നത്. അത് വൻതോതിലുള്ള ഒരു ആവേശം തന്നെയാണ് പ്രവർത്തകരിലേക്ക് അടക്കം നൽകിയത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 2ാം തവണയും കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. ആദ്യം തിരുവല്ലയിലെ ആദ്യ പരിപാടിയിൽ പങ്കെടുക്കുന്നു.
അവിടുത്തെ ഇപ്പോഴത്തെ സർക്കാരിനെ അടക്കം രൂക്ഷമായി വിമർശിച്ചു തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓരോ പരാമർശവും എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കേരളം എന്ന് പറയുന്നത് വികസനത്തിൽ ഏറെ പിന്നിലാണ് എന്നൊരു പരാമർശമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. കേരളത്തെക്കുറിച്ച് UDF-നോ LDF-നോ യാതൊരു ആശങ്കയും ഇല്ല എന്ന തരത്തിലുള്ള ഒരു ആരോപണം പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുന്നു. കേരളത്തിൽ NDA സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളം വികസനത്തിന്റെ പാതയിലായിരിക്കും. അത് മോദി നൽകുന്ന ഗ്യാരണ്ടി എന്നൊരു പ്രചരണായുധമാണ് NDA മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു ആവേശത്തിൽ തന്നെയാണ് പ്രചാരണം അടക്കം BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് കൊഴുക്കുന്നത്. എന്തായാലും ആ ഒരു NDA ക്യാമ്പിന് ആവേശം പകരുന്ന രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനവും റോഡ് ഷോയും അടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ആവേശത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും ഉള്ളത്. അതിന്റെ നേരായ ചിത്രം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും കാണാൻ കഴിയുന്നത്. ശക്തമായ ആവേശം തന്നെയാണ് ആ ഒരു റോഡ് ഷോയിലടക്കം ഉണ്ടാകുന്നത്. എന്തായാലും കരമന മുതൽ കിള്ളിപ്പാലം വരെയുള്ള റോഡ് ഷോയിലാണ് മോദി പങ്കെടുക്കുന്നത്. മോദിക്കൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ R. ശ്രീലേഖയും മോദിക്കൊപ്പം റോഡ് ഷോയിലുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വ്യക്തമായ മുൻതൂക്കം നിലനിർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയത്. തിരുവനന്തപുരത്ത് റോഡ് ഷോ പുരോഗമിക്കുകയാണ്. वो आप देख रहे हैं कि जॉब चाहिए उसको, जो सांप्रदायिक खासतौर से जो हिंदू धर्म से जुड़े हुए लोग हैं, जो सबरीमाला और जो तमाम 140 यहाँ पर जो मंदिर हैं उनसे जुड़े हुए